കസ്റ്റമറെ മാനേജ് ചെയ്യുക എന്നുള്ളത് 3 രീതിയിലാണ്. ഒന്ന്, കസ്റ്റമറെ നമ്മൾക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കണം, നമ്മുടെ സ്ഥാപനം അല്ലെ നമ്മുടെ ബിസിനസ്സിലോട്ട് നമുക്ക് അട്രാക്റ്റ് ചെയ്യിക്കണം. 2, അവരെ നമ്മുടെ സ്ഥാപനത്തിൽ വന്നു കഴിയുമ്പോൾ അവരെ എത്ര മനോഹരമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കണം. 3, അവർ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോയാലും അവരെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റണം, അവരെ നമുക്ക് വീണ്ടും വരാൻ പറ്റുന്ന അല്ലെങ്കിൽ വീണ്ടും വരുന്ന ഒരു കസ്റ്റമറായി നമുക്ക് അവരെ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. ആ 3 മെത്തേഡ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തത് അട്രാക്റ്റിംഗ് കസ്റ്റമർ. നമ്മുടെ കടയിൽ ഇതുവരെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഇതുവരെ വരാത്തൊരു കസ്റ്റമർ ആയിരിക്കും, നമ്മൾ അട്രാക്റ്റ് ചെയ്യുകയാണ്. അത് അങ്ങനെ ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതുമായ ഒരു കാര്യം നമ്മുടെ സർവീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് എന്തൊക്കെയാണ്, ഇത് നമ്മൾ കസ്റ്റമറിലോട്ട് എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര സിമ്പിളായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് നമ്മൾ പറയുന്ന മാർഗ്ഗമാണ് മാർക്കറ്റിംഗ് എന്ന് പറയും. അപ്പം നമ്മൾ സാധാരണ ഒരു മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ചിലതൊക്കെ ചെയ്യുക എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കമ്പനി ചെയ്യുന്ന സെയിം സാധനം തന്നെ പേര് മാറ്റി കോപ്പി ചെയ്തിട്ടായിരിക്കും നമ്മൾ ചിലപ്പം കൊടുക്കുന്നുണ്ടാവുക. അത് തെറ്റാണ്. ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സർവീസ് എത്ര നല്ലതാണെന്ന് നമുക്ക് ബോധ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എത്ര നല്ലതാണെന്ന് നമുക്ക് ബോധ്യമുണ്ടോ, അതിനെ തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്കറ്റിംഗിൽ കൂടെ കസ്റ്റമറിലോട്ട് എത്തിക്കേണ്ടത്. കാരണം അത് മനസ്സിലായാൽ മാത്രമേ കസ്റ്റമർ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ അടുത്തോട്ട് എത്തുള്ളൂ.